ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. നമ്മൾ ഉപയോഗിക്കാതെ മാറ്റി വെച്ചിട്ടുള്ള ലെഗിൻസ് അല്ലെങ്കിൽ ഇന്നർ, ടീഷർട്ട് അതൊക്കെ വെച്ചിട്ട് ചെയ്തെടുക്കാൻ പറ്റിയിട്ടുള്ളൊരു അടിപൊളി ഒരു ഐഡിയയാണ് കാണിക്കുന്നത്. നിങ്ങളിതുപോലെ മക്കളുടെ ടീഷർട്ടുകളൊക്കെ സ്ട്രെച്ചബിൾ ആയിട്ടുള്ള ടൈപ്പ് എടുക്കണം കേട്ടോ. അങ്ങനത്തെ ടീഷർട്ടൊക്കെ മാറ്റി വെച്ചിട്ടുണ്ടെങ്കിൽ എടുത്തിട്ട് ഇതുപോലുള്ള ഐഡിയകളൊക്കെ ഒന്ന് ചെയ്ത് നോക്കുക. ഇങ്ങനത്തെ സാധനങ്ങളൊന്നും ഇനി നമുക്ക് കാശ് കൊടുത്ത് വാങ്ങിക്കുകയേ വേണ്ട. സ്റ്റിച്ച് ചെയ്യാൻ അറിയുന്നുണ്ടെങ്കിൽ വീട്ടിൽ തയ്യൽ മെഷീൻ ഉണ്ടെങ്കിൽ വേറെ ഡ്രസ്സൊന്നും സ്റ്റിച്ച് ചെയ്യാൻ അറിയാത്തവർക്ക് പോലും ചെയ്തെടുക്കാൻ പറ്റിയിട്ടുള്ള ഐറ്റംസാണ്. ഡോർമാറ്റ്, അതല്ലെങ്കിൽ ഫ്ലോർ മാറ്റ്, അങ്ങനെ പല തരത്തിലുള്ളത് നമുക്ക് വീട്ടിൽ തന്നെ ചെയ്തെടുക്കാം. അപ്പോൾ അതുപോലുള്ള ഒരു ഐറ്റമാണ് ഞാൻ ഇന്ന് കാണിക്കുന്നത്. നമ്മളിങ്ങനത്തെ കട്ടി കൂടിയിട്ടുള്ള ഭാഗങ്ങളൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ ഒന്ന് കട്ട് ചെയ്ത് കളയുക. കഴുത്തിൻ്റെ ഭാഗം, കയ്യിൻ്റെ ഇതുപോലുള്ള ഭാഗം, ലെഗിൻസ് എടുക്കുമ്പോൾ അതിൻ്റെ ഇലാസ്റ്റിക്കിൻ്റെ ഭാഗം, അങ്ങനത്തെ ഒക്കെ കട്ട് ചെയ്ത് കളയുക. എന്നിട്ടിത് സ്ട്രെയിറ്റ് ആയിട്ടുള്ള ചെറിയ ചെറിയ സ്ട്രിപ്സ് ആയിട്ട് കട്ട് ചെയ്തെടുക്കുക. ഒരു 1/2 ഇഞ്ചിൻ്റെ വീതിയെല്ലാം മതിയാവും ഇതിന്. മെഷർമെൻ്റ് ഒന്നും നോക്കേണ്ട ആവശ്യമില്ല. ഒരു 1/2 ഇഞ്ച് നമുക്കിങ്ങനെ കട്ട് ചെയ്യുമ്പോൾ ഒരു ചെറിയൊരു സ്ട്രിപ്പ് പോലെ കിട്ടണം. ആ ഒരു മെഷർമെൻറ്റിൽ കട്ട് ചെയ്തെടുക്കുക. എന്നിട്ട് ഫുള്ള് കട്ട് ചെയ്തെടുത്തതിന് ശേഷം ഇത് നമ്മൾ ഇങ്ങനെ സ്ട്രെച്ച് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യേണ്ടത്. അപ്പോൾ ഇതൊരു വള്ളി പോലെ ആയിട്ട് കിട്ടും. നല്ല രീതിക്ക് തന്നെ ഇങ്ങനെ വലിച്ചു കൊടുക്കുക. നല്ല രീതിയിൽ സ്ട്രെച്ച് ചെയ്താൽ ഇതുപോലെ കിട്ടും. അപ്പോൾ നമ്മൾ എത്ര കളേഴ്സാണോ എടുക്കുന്നത് അത്രയും ഇതുപോലെ ചെയ്തെടുക്കുക. ഇപ്പോൾ സ്ലീവിൻ്റെ ഭാഗമൊക്കെ വരുമ്പോൾ ഇതുപോലെ തന്നെ കട്ട് ചെയ്തെടുത്താൽ മതി. ഇതിലിപ്പോൾ നീളമൊന്നും ഒരു പ്രശ്നമല്ല. എത്ര ചെറിയ പീസ് വെച്ചിട്ട് നമുക്കിത് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇങ്ങനത്തെ ഭാഗങ്ങൾ ഈ ഒരു രീതിയിൽ കട്ട് ചെയ്തെടുത്താലും മതി. എന്നിട്ട് ഇങ്ങനെ വലിച്ചു കൊടുത്താൽ മതി. ഞാൻ ലെഗിൻസും ഇന്നറൊക്കെ ഇതുപോലെ റോപ്പ് പോലെ ആക്കിയെടുത്തിട്ടുണ്ട്. വേറൊരു 3 കളറും ഞാൻ ഇതുപോലെ തന്നെ ചെയ്തു വെച്ചിട്ടുണ്ട്. ഫ്രീ ആയിട്ടിരിക്കുമ്പോഴൊക്കെ ഇതുപോലെ ചെയ്തു വെച്ചാൽ നമുക്ക് പലതരത്തിലുള്ള ഡോർമാറ്റുകൾ സ്റ്റിച്ച് ചെയ്തെടുക്കാൻ പറ്റും. ഇനി ഇതിന് അടിയിൽ വെച്ച് കൊടുക്കുന്ന ബേസ് കട്ട് ചെയ്തെടുക്കുക. അതൊരു ജീൻസിലാണ് ഞാൻ കട്ട് ചെയ്യുന്നത്. ജീൻസിൻ്റെ ഈ പോക്കറ്റിൻ്റെ ഭാഗം മാറ്റിയിട്ട് അതിൻ്റെ താഴത്തായിട്ട് നമുക്ക് കട്ട് ചെയ്തെടുക്കാം. ജീൻസിൻ്റെ ഈ കട്ടി കൂടിയിട്ടുള്ള ഭാഗം കട്ട് ചെയ്ത് കളയുക. എന്നിട്ട് ഈ ഒരു സൈഡും കട്ട് ചെയ്തിട്ട് ഇത് നമുക്ക് കറക്റ്റാക്കി കട്ട് ചെയ്ത് ജോയിൻ ചെയ്തെടുക്കണം. നിങ്ങൾക്ക് എത്രയാണോ ഡോർമാറ്റിൻ്റെ വീതി വേണ്ടത്, വീതിയും നീളവും എത്രയാണോ വേണ്ടതെന്ന് വെച്ചാൽ അതിനനുസരിച്ചിട്ട് എടുക്കുക. ഇതിപ്പോൾ ജീൻസ് തന്നെ എടുക്കണം എന്നൊന്നുമില്ല. പഴയ ബെഡ്ഷീറ്റോ അതല്ലെങ്കിൽ പഴയ നൈറ്റി, ചുരിദാർ, അങ്ങനെ എന്ത് വേണമെങ്കിലും ഇതിന് ബേസായിട്ട് നമുക്ക് വെച്ച് കൊടുക്കാം. ജീൻസ് ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിന് ഞാൻ എടുത്തിട്ടുള്ള നീളം 26 ഇഞ്ച് ലെങ്ത്താണ് ഞാൻ എടുത്തിട്ടുള്ളത്. നിങ്ങൾ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് കൂട്ടിയും കുറച്ചൊക്കെ എടുത്തോളൂ. ഇതിന് കറക്റ്റ് മെഷർമെൻ്റ് ഒന്നുമില്ല കേട്ടോ. വീതി എടുത്തിട്ടുള്ളത് 25 ഇഞ്ചാണ്. ലെങ്ത്തും വിഡ്ത്തും ഒരേ അളവിലായിട്ടും നമുക്ക് ചെയ്തെടുക്കാം. പിന്നെ 4 പീസ് പ്ലെയിൻ കളർ തുണി ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് സ്ട്രെയിറ്റ് പീസായിട്ട് തന്നെയാണ് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. അപ്പം 4 സൈഡിൽ നമുക്കിത് പൈപ്പിംഗ് വെച്ചെടുക്കാം. അപ്പോൾ നല്ല പുറത്ത് വെച്ചിട്ട് ഇപ്പോഴത്തെ ഉള്ളിലത്തെ സൈഡിലേക്ക് മറിച്ചിട്ടിട്ട് നമുക്ക് പൈപ്പിംഗ് സ്റ്റിച്ച് ചെയ്യാം. ഇങ്ങോട്ട് മടക്കിയിട്ട് ഒരു മടക്കും കൂടി മടക്കിയിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കുക. ഇപ്പോൾ പൈപ്പിംഗ് വെച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിൽ നമ്മൾ 1 ഇഞ്ച് വെച്ചിട്ട് മാർക്ക് ചെയ്തിട്ട് ഫുള്ളായിട്ട് ലൈൻ വരച്ച് കൊടുക്കണം. ആ ലൈനിലൂടെയാണ് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള റോപ്പുകൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നത്. ഈ ഒരു ഭാഗത്തുനിന്ന് സ്റ്റാർട്ട് ചെയ്യണം. കാരണം ഇവിടെ ഓൾറെഡി നമ്മൾക്ക് തയ്യൽ തുമ്പുള്ള കാരണം ഞാൻ അവിടെ മാർക്ക് ചെയ്യണില്ല. അതിൻ്റെ അപ്പുറത്ത് വെച്ചിട്ട് 1 ഇഞ്ച് വെച്ചിട്ട് മാർക്ക് ചെയ്തിട്ട് നമുക്ക് ലൈൻ വരച്ച് കൊടുക്കാം. ഫുള്ള് ലൈൻ വരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം. നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള റൂപ്പിൻ്റെ സെൻറ്ററിൽ കൂടെ വേണം സ്റ്റിച്ചിങ് കൊടുക്കാൻ വേണ്ടിയിട്ട്. ഇതുപോലെ ഇങ്ങനെ ചെറുതാക്കിയിട്ട് ഇങ്ങനെ മടക്കി എടുത്തിട്ടാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത്.
ഈ രീതിയിൽ നിങ്ങളിത് നോക്കിയിട്ട് ഇതുപോലെ ചെയ്താൽ മതി. ഈ എൻ്റെ ഭാഗം എത്തുമ്പോൾ അടുത്ത റൂപ്പ് വെച്ച് കൊടുക്കുക. അതേ രീതിയിൽ അങ്ങനെ സ്റ്റിച്ച് ചെയ്ത് പോവുക. ഇതാ ഒരു ലെയർ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി അടുത്ത ലെയർ സ്റ്റിച്ച് ചെയ്യുമ്പോൾ അത് ഇങ്ങനെ പിടിച്ചിട്ട് സ്റ്റാർട്ട് ചെയ്യണം. ഇതുപോലെ തന്നെ സെൻറ്ററിലൂടെ തയ്ച്ചെടുത്താൽ മതി. അപ്പോൾ ഞാൻ ഈ സെയിം കളർ തന്നെയാണ് രണ്ടാമത്തെ ലെയറിലും വെച്ച് കൊടുക്കുന്നത്. നിങ്ങൾക്ക് വേറെ കളർ വെക്കണം എന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം. ഇതാ ഇപ്പോൾ 2 ലെയർ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്ത കളർ വെച്ച് കൊടുക്കാം. ഇപ്പോൾ 2 ലെയറോ 3 ലെയറോ ഒക്കെ ആയിട്ട് വെച്ച് കൊടുക്കുക. അതിപ്പോൾ ഒരു അധികം തുണി ഇല്ലെങ്കിൽ ഒറ്റ ലെയറായിട്ട് പലതരമായിട്ട് ചെയ്തെടുത്താലും മതി. നമ്മുടെ കയ്യിലുള്ളതിനനുസരിച്ചിട്ട് ലെയറുകൾ ഡിസൈൻ ചെയ്തെടുക്കുക. എളുപ്പമാണ് സ്റ്റിച്ച് ചെയ്യാൻ. ഇത് ഫ്രീ ടൈം കിട്ടുമ്പോൾ ഇതുപോലെ ഇങ്ങനെ റോപ്പാക്കിയിട്ട് പലതരം കവറുകളിൽ പല കളറാക്കി വെച്ചാൽ നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനത്തെ ഡോർമാറ്റ്സുകളൊക്കെ തയ്ക്കാം. ഈ ഒരു മോഡലിൽ തന്നെ പലതരത്തിലുള്ള ഡോർമാറ്റ് തയ്ക്കാൻ പറ്റും. നമ്മളിങ്ങനെ ഉണ്ടാക്കിയിട്ടുള്ള റോപ്പ് ഉണ്ടല്ലോ, അതുകൊണ്ട് ഓരോ ലെയർ തയ്ക്കുമ്പോഴും ഈ ഒരു ഭാഗം ഇങ്ങനെ കൈകൊണ്ട് ഇങ്ങനെ ആക്കി വെച്ചിട്ട് വേണം അടുത്ത ലെയർ വെച്ച് കൊടുക്കാൻ. അപ്പോൾ നല്ല അടുപ്പിച്ചായിട്ട് നല്ല തിക്നെസ്സിൽ കിട്ടും. അപ്പോൾ ഒരു പ്രത്യേക ഒരു ഭംഗിയാണ് കാണാൻ. ഡോർമാറ്റ് കംപ്ലീറ്റ് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. നല്ല ഭംഗിയുണ്ട് കാണാൻ. കട്ടിയുള്ള പാൻറ്റിൻ്റെ പീസ് വെച്ചതുകൊണ്ട് ഇത് സ്ലിപ്പാവുകയൊന്നും ചെയ്യില്ല. നിങ്ങളുടെ കയ്യിൽ പഴയ ലെഗിൻസ്, ഇന്നർ, ടീഷർട്ടൊക്കെ ഉണ്ടെങ്കിലൊക്കെ ഇതുപോലെ ചെയ്ത് നോക്കുക. നല്ല കളർഫുള്ളായിട്ടുള്ളൊരു ഡോർമാറ്റ് നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഇതൊന്നും ഇനി കാശ് കൊടുത്ത് വാങ്ങിക്കേണ്ട ആവശ്യമില്ല. പഴയ ഡ്രസ്സുകളൊക്കെ ഉണ്ടെങ്കിൽ ചെയ്ത് നോക്കുക. അടുത്തൊരു യൂസ്ഫുൾ വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.